എല്ലാവരും ത്രില്ലടിച്ച് സ്ക്രീനിൽ മാത്രം നോക്കുകയാണ്. അതായത് നമ്മളെ കരയിപ്പിക്കുകയാണ്. സിനിമയുടെ റൂട്ടങ്ങ് ചേഞ്ച് ആവുകയാണ്. ഹായ് എവരി വൺ. അപ്പോൾ നമ്മൾ ഇന്ന് ചെറിയൊരു മൂവി റിവ്യൂ ആണ് പറയാൻ പോകുന്നത്. റോന്ത് സിനിമ എങ്ങനെയുണ്ട്? ഞാൻ ഇന്നലെ ഒരു ട്രെയിലർ പോലും കാണാതെയാണ് റോന്ത് പടത്തിന് ഇറങ്ങിയത്. മക്കളെ, കഞ്ഞ് മേടിച്ച് കഴിക്കാൻ പോയ എനിക്ക് ബിരിയാണി കഴിച്ച ഒരു സുഖമാണ് റോന്ത് സിനിമ തന്നത്. എന്താണ് റോന്ത് സിനിമ, എങ്ങനെയാണ് റോന്ത് സിനിമ, അതാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. ദിലീഷ് പോത്താനും റോഷൻ മാത്യുവും തമ്മിൽ അരിഞ്ഞാടി തിയേറ്ററിൽ, അങ്ങനെ തന്നെ ഞാൻ പറയുകയാണ്. ഈ സിനിമ ഞാൻ കാണാൻ പോയത് ഒരു സിനിമ കാണാൻ വേണ്ടി ഒന്നുമല്ല. മംഗലാപുരം വരെ, എൻ്റെ വീട് കാസർഗോഡാണ്, മംഗലാപുരം വരെ രാത്രി ഒരു യാത്ര ചെയ്തു. 9:15 തിയേറ്ററിൻ്റെ അടുത്തെത്തി. അപ്പോൾ നമ്മൾ കയറി പടത്തിന്. സത്യം പറഞ്ഞാൽ റോന്ത് സിനിമയുടെ ട്രെയിലർ പോലും കാണാതെയാണ് ഞാൻ പോയത്. ആദ്യം സിനിമ തുടങ്ങുന്ന ഒരു ചെറിയ കാര്യം പറയുകയാണ്. നിങ്ങളിപ്പോൾ ടിക്കറ്റ് എടുത്ത് സിനിമ കാണുമ്പോൾ മക്കളെ, ഉറപ്പായിട്ടും ഞാൻ നിങ്ങൾക്ക് ഒരു ഉറപ്പ് പറയുകയാണ്. ഈ സിനിമ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ കൊടുത്ത പൈസ ഞാൻ പേഴ്സണലി ഗൂഗിൾ പേ ചെയ്തുതരാം. അത്രക്കും പൊളി പടമാണ്. പക്ഷേ ഫസ്റ്റ് ഹാഫ് നിങ്ങൾ ഒരിക്കലും കമ്പയർ ചെയ്യാൻ പാടില്ല. ഇതിൻ്റെ A to Z ത്രില്ലടിപ്പിക്കുന്നത്, നമ്മളെ കരയിപ്പിച്ചാണ് തിയേറ്ററിൽ നിന്ന് നമ്മളെല്ലാവരും ഇറങ്ങുന്നത്. അപ്പോൾ സിനിമ തുടങ്ങുന്നത് പോലീസുകാരിൽ നിന്നാണ്. പോലീസുകാർ പണിയെടുക്കുന്ന സമയത്ത് അനുഭവിക്കുന്ന ദുരന്തം. രാത്രി പണിയെടുക്കുന്ന 2 പോലീസുകാർ തമ്മിലുള്ള ഒരു കഥയാണ്. റോഷൻ മാത്യുവും ദിലീഷ് പോത്തനുമാണ് പോലീസുകാർ. അതായത് നിരന്തരം നൈറ്റ് ഡ്യൂട്ടിയാണ് ഈ 2 പോലീസുകാർക്കുള്ളത്. നിരന്തരം കോൾ വിളിക്കുകയാണ് ഈ പോലീസിന്. അതായത് ഒരു വീട്ടിൽ എന്തെങ്കിലും ഒരു പ്രശ്നം, ഒരു ഭാര്യയും ഭർത്താക്കളും തമ്മിൽ അടിയുണ്ടാക്കുന്നു, അവിടേക്ക് ഈ പോലീസുകാർ പോകുന്നു. അതിനുശേഷം ആ പ്രശ്നം പരിഹരിച്ചതിന് ശേഷം വീണ്ടും അടുത്ത കോൾ വരികയാണ്. ഇന്ന ആൾ മിസ്സായിട്ടുണ്ട്, അവിടെ പോകുന്നു. വീണ്ടും ഇങ്ങനെ കോൾ വന്ന് ഒരു മിനിറ്റ് പോലും ഉറങ്ങാൻ സമ്മതിക്കാതെ കഷ്ടപ്പാടാണ്. അതായത് പോലീസുകാർക്ക് എന്തൊക്കെ പണിയുണ്ട്, എന്തൊക്കെ റിസ്കുകളുണ്ട്, അതൊക്കെയാണ് ഈ പടം ഫസ്റ്റ് ഹാഫിൽ പറഞ്ഞു തരുന്നത്. അതിനിടയിൽ ഈ പോലീസുകാരുടെ കുടുംബ പ്രശ്നങ്ങളും അവർക്ക് നേരിടേണ്ടി വരുന്ന ഫേസും, അതായത് രാഷ്ട്രീയ പ്രശ്നങ്ങളും, ചില രാഷ്ട്രീയക്കാർ എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കി കഴിഞ്ഞാൽ അതിനെ കാണാതെ അതിന് നമ്മൾ മൈൻഡ് ചെയ്യാൻ പോലും പാടില്ല. അതായത് രാഷ്ട്രീയക്കാർക്ക് എന്ത് തെറ്റുവാണെങ്കിലും ചെയ്യാം, അതിനെ ചോദ്യം ചെയ്താൽ ഞങ്ങളുടെ തൊപ്പി തീർക്കും. അതുപോലെയാണ് ഫസ്റ്റ് ഹാഫ് പറഞ്ഞു പോകുന്നത്. അതായത് ഫസ്റ്റ് ഹാഫിൽ ചെറിയ രീതിയിൽ ലാഗ് അടിപ്പിച്ചു എന്ന് നമുക്ക് സംശയിപ്പിച്ചു. സിനിമ തുടങ്ങിയ ആദ്യം മുതൽ ഫസ്റ്റ് ഹാഫ് അവസാനിപ്പിക്കുന്നത് വരെ ദിലീഷ് പോത്താനും റോഷൻ മാത്യുവും തമ്മിലുള്ള അവരുടെ പണിയും അവർക്ക് നേരിടുന്ന പ്രശ്നങ്ങളും അതുമാത്രമാണ് ഫസ്റ്റ് ഹാഫിൽ നമുക്ക് തോന്നുന്നത്. മക്കളെ, അങ്ങനെ തട്ടിമുട്ടി സെക്കൻഡ് ഹാഫ് അങ്ങ് വരികയാണ്. എൻ്റെ പൊന്നു മക്കളെ, അത് ഞാനൊരു കാര്യം പറയുകയാണ്. ഫസ്റ്റ് ഹാഫിൽ എല്ലാവരും ഇൻ്റർവെൽ സമയത്ത് പറയുകയാണ് വലിയ പഞ്ചില്ല സിനിമ, എവിടെയാണ്, ഒരു പഞ്ച് കിട്ടിയിട്ടില്ല ഫസ്റ്റ് ഹാഫിൽ. അങ്ങനെ വിചാരിച്ചു തിയേറ്ററിൽ കുറച്ചും എല്ലാവരും പരസ്പരം സംസാരിക്കാനും ഫോൺ എടുത്ത് നോക്കാനൊക്കെ തുടങ്ങി. സെക്കൻഡ് ഹാഫ് തുടങ്ങുമ്പോൾ ഒരു തിയേറ്റർ അങ്ങ് സൈലൻ്റ് ആയിരിക്കുകയാണ് സെക്കൻഡ് ഹാഫ് തുടങ്ങുമ്പോൾ. അതായത് സെക്കൻഡ് ഹാഫ് തുടങ്ങിയ ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ തിയേറ്റർ അങ്ങ് നിശബ്ദത. ആരും ഒരക്ഷരം പോലും സംസാരിക്കുന്നില്ല. എല്ലാവരും, അത് കയ്യടി പോലുമില്ല, എല്ലാവരും ത്രില്ലടിച്ച് സ്ക്രീനിൽ മാത്രം നോക്കുകയാണ്. അതായത് നമ്മളെ കരയിപ്പിക്കുകയാണ്. സിനിമയുടെ റൂട്ടങ്ങ് ചേഞ്ച് ആവുകയാണ്. എല്ലാ സിനിമയിലെ പോലെ ഇഷ്ടം പോലെ ആളുകൾ അങ്ങനെയൊന്നുമില്ല ഈ സിനിമയിൽ മെയിനായിട്ട് 2 ക്യാരക്ടറാണ്. ദിലീഷ് പോത്തനും റോഷൻ മാത്യുവും തമ്മിൽ മാത്രമാണ്. പിന്നീട് വരുന്ന വളരെ വളരെ ചുരുക്കം ആൾക്കാർ മാത്രമാണ് ഈ സിനിമയിലുള്ളത്. പക്ഷെ വന്നവർ അഭിനയിച്ചു കൊല്ലുകയാണ്. ആർക്കെങ്കിലും ചെറിയൊരു ക്യാരക്ടർ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിനെ നല്ല രീതിയിൽ എങ്ങനെയാണ് അഭിനയിക്കേണ്ടത് ആ രീതിയിൽ, ഇതിൽ വന്ന ചെറിയ ചെറിയ ക്യാരക്ടറാണ് ഞാൻ പറയുന്നത്, അവരങ്ങ് അഭിനയിച്ച് ഇല്ലാതാക്കുകയാണ്. അതായത് വേറെ ലെവൽ അഭിനയമാണ് അവർ അഭിനയിക്കുന്നത്. മക്കളെ, സെക്കൻഡ് ഹാഫിൻ്റെ കഥ ഞാൻ പറഞ്ഞാൽ അതൊരു സ്പോയിലർ ആവും, എന്നാലും ചെറിയ രീതിയിൽ ഞാൻ പറയുകയാണ്. റോഷൻ മാത്യു എന്ന് പറയുന്ന ക്യാരക്ടർ നല്ല പേടിത്തൊണ്ടനാണ്. അതും റോഷൻ മാത്യുക്ക് ഈ ചെറിയ കുട്ടികളോട് വല്ലാത്ത സ്നേഹം, സഹതാപം. അതായത് ആർക്കെങ്കിലും എന്തെങ്കിലും ചെറിയ പ്രശ്നം സംഭവിച്ചാൽ പെട്ടെന്നാണ് സഹതാപം കയറുന്നത്. അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് റോഷൻ മാത്യു. അതായത് ഫാമിലി എന്ന് പറയുമ്പോൾ, എൻ്റെ കുടുംബം എന്ന് പറയുമ്പോൾ ചാകുന്ന ഒരു ക്യാരക്ടറാണ് റോഷൻ മാത്യു. ഒരു സത്യസന്ധനായ പോലീസ് ഓഫീസറാണ് റോഷൻ മാത്യു ഈ കഥാപാത്രം നമുക്ക് തരുന്നത്. നേരെ മറിച്ച് ദിലീഷ് പോത്തൻ്റെ ക്യാരക്ടർ വരുമ്പോൾ,
ദിലീഷ് പോത്തനും നല്ലൊരു മനുഷ്യനാണ്, സത്യസന്ധനായ പോലീസ് ഓഫീസറാണ്. പക്ഷേ പണിയുടെ ഭാഗമായിട്ട് ചില കൈക്കൂലികളൊക്കെ ദിലീഷ് പോത്തന് മേടിക്കേണ്ടി വരുന്നുണ്ട്. ഈ സിനിമയിൽ എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യം, ദിലീഷ് പോത്തൻ എന്ന് പറയുന്ന ആ ക്യാരക്ടർ ആദ്യം നല്ലൊരു നെഗറ്റീവ് അടിച്ചു. അതായത് നമ്മളൊക്കെ വിചാരിച്ചു ഇങ്ങനൊരു വില്ലനാവോ, ഇങ്ങനൊരു വില്ലനാണോ, ആ രീതിയിൽ പോയ ദിലീഷ് പോത്തൻ അവസാന നിമിഷം കൈയടിച്ചാണ്. അതായത് തിയേറ്ററിൽ എല്ലാവരും ഏറ്റവും മികച്ച, ഈ സിനിമയിൽ ഏറ്റവും മികച്ചതിൽ ആരഭിനയിച്ചു എന്ന ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരമാണ് ദിലീഷ് പോത്തൻ മാത്രമാണ് മക്കളെ. എന്തൊരു അഭിനയമാണ്! ഈയിടെയായിട്ട് മോഹൻലാൽ മമ്മൂട്ടിയുടെ പടങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ 4-5 ഡയലോഗ് പറയാൻ മാത്രമാണ് മോഹൻലാൽ മമ്മൂട്ടിയൊക്കെ വരുന്നത്. ഇവിടെ അങ്ങനെയല്ല. സിനിമ തുടങ്ങി അവസാനം വരെ സ്ക്രീനിൽ കണ്ടത് ദിലീഷ് പോത്തൻ, റോഷൻ മാത്യു ആണ്. ദിലീഷ് പോത്തൻ്റെ കാര്യം ഞാൻ എടുത്ത് പറയേണ്ടല്ലോ. എങ്ങനെയാണ് ഇങ്ങനെ അഭിനയിച്ച് വെച്ചതെന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ ഷോക്കാണ് തോന്നുന്നത്. ഞാൻ ക്ലൈമാക്സ് സ്റ്റോറിക്ക് ഒന്നും വരുന്നില്ല, ഒരൊറ്റ കാര്യം പറയുകയാണ്, ക്ലൈമാക്സിൽ നിങ്ങൾ കരയും, അത് ഉറപ്പാണ്. ഈ സിനിമ നിങ്ങൾ ശ്രദ്ധിച്ചു കാണുക. അതായത് ഫസ്റ്റ് ഹാഫ് ചെറിയ ലാഗ് ഉണ്ടെന്ന് വിചാരിച്ച് സെക്കൻഡ് ഹാഫ് കാണാതെ ഇറങ്ങരുത് മക്കളെ. സെക്കൻഡ് ഹാഫ് നിങ്ങൾ മിസ് ചെയ്താൽ ഈ സിനിമ, അതായത് ലോകത്ത് നിങ്ങൾ എല്ലാ സിനിമ മിസ് ചെയ്ത പോലെയാണ്. അത്രക്കും മികച്ചൊരു ത്രില്ലടിപ്പിക്കുന്ന സിനിമയാണ്. ഇതിൻ്റെ 2ാം ഭാഗം വരും. ഈ സിനിമ നിങ്ങൾ കണ്ടു തീരുമ്പോൾ നിങ്ങളെല്ലാവരും വിചാരിക്കും ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് എപ്പോൾ വരുന്നു, നിങ്ങൾ അങ്ങനെ ചിന്തിക്കും. അതായത് അവസാന നിമിഷം പടം തീരല്ലേ, 5 മിനിറ്റും കൂടി സിനിമ, ഇനിയും ഒരു 5 മിനിറ്റ് വേണം, ഇല്ലെങ്കിൽ ഇനിയും ഒരു 10 മിനിറ്റ് വേണം, ആ രീതിയിലാണ് ഈ സിനിമ മുന്നോട്ട് പോയത്. ദിലീഷ് പോത്തന് ഞാൻ വലിയൊരു കയ്യടി കൊടുക്കുകയാണ്. ആര് സിനിമയ്ക്ക് നെഗറ്റീവ് പറഞ്ഞാലും മക്കളെ, നിങ്ങൾ പൈസ കൊടുത്തു. ഞാൻ പടം കണ്ടത് മാളിൽ പോയാണ്. അതായത് 240 രൂപ ടിക്കറ്റ് എടുത്താണ് ഞാൻ പടം കണ്ടത്. ഞാൻ അങ്ങനെ കാണാറില്ല. ഞാൻ ഇല്ലെങ്കിൽ സാധാ തിയേറ്ററിൽ പോയി 130 രൂപക്കാണ് ഞാൻ പടം കാണാറ്. പക്ഷേ ഇന്നലെ ഞാൻ ഈ സിനിമയുടെ ട്രെയിലർ പോലും കാണാതെ നമ്മൾ മംഗലാപുരത്ത് വരുന്ന സമയത്ത് നല്ല മഴയായിരുന്നു. അപ്പോൾ ഏതായാലും മഴ കയ്യട്ടെന്ന് പറഞ്ഞ് ഒരു വെറുതെ പോയി കയറിയതാണ്. പോയി കയറുമ്പോൾ എന്ത് പടമാണ്, അതിൻ്റെ ഫീല് മനസ്സിൽ നിന്ന് ഇപ്പോഴും പോയിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. ക്ലൈമാക്സ് ഒക്കെ ഉണ്ട്, വേറെ ലെവൽ ക്ലൈമാക്സ് ആണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഇപ്പം തന്നെ നിങ്ങൾ ഇത്തരത്തിലുള്ള പടം ഫാമിലിയും കൊണ്ട് നിങ്ങൾ പോയി കാണണം. പറയുകയാണ്, ചെറിയ കോമഡി ഉണ്ട്, പക്ഷേ കരയും, അത് ഉറപ്പാണ്. നല്ല രീതിയിൽ നിങ്ങൾക്ക് ഹാപ്പിനെസ് ഒന്നും ഉണ്ടാവില്ല, നല്ല രീതിയിൽ സാഡ് അടിപ്പിക്കുന്ന ഒരു പടം കൂടിയാണ് ഈ പടം. അപ്പോൾ ഏതായാലും ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. എനിക്ക് റിവ്യൂ പറയാൻ അറിയില്ല എന്ന് എനിക്കറിയില്ല. ഇത് ആദ്യ റിവ്യൂ ആണ്. അപ്പോൾ ഏതായാലും ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. മികച്ച പടമാണ്, പോയി കണ്ടോളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഓക്കെ, ബൈ.